ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട വാനരനാഥൻ അതിബുദ്ധിമാനായ സുഗ്രീവൻ ലക്ഷ്മണനോടൊന്നിച്ച് എഴുന്നേറ്റ് നമസ്കരിച്ചുകൊണ്ട്, സ്വാമി, രാവണൻ അനുജൻ വിഭീഷണനെ ഒറ്റുകാരനായി അയച്ചതാകും. ഏതൊരുവനും അഭീഷ്ടം ഏതുമേകുന്ന പ്രഭോ, ഈ നക്തഞ്ചരനെ നിഗ്രഹിക്കുന്നതാണ് യുക്തമെന്ന് എനിക്ക് തോന്നുന്നു. അഗ്രജ നിർദ്ദേശമനുസരിച്ച് നമ്മെ ചതിക്കാൻ തയ്യാറായി വന്നവനാണിവൻ. വിശ്വസ്തനായ നിന്തിരുവടിക്കോ ലക്ഷ്മണകുമാരനോ എനിക്കോ ദ്രോഹം ചെയ്യാൻ വന്ന ഇവൻ അമാത്യന്മാരും ഒന്നിച്ച് വധ്യനാണ്. അതിദുഷ്ടനായ രാവണ രാക്ഷസന്റെ തമ്പിയാണ് വിഭീഷണൻ എന്ന് ഓർമ്മിക്കണേ. വാക്യജ്ഞനും വാനര സൈന്യേശ്വരനുമായ സുഗ്രീവൻ ഇത്രയും പറഞ്ഞ് മൗനമായിരുന്നു. വാഗ്മിയായ രഘുശ്രേഷ്ഠൻ അല്പമൊന്ന് ആലോചിച്ച് പൂപ്പുഞ്ചിരി പൊഴിച്ച് ശുഭവാക്കുകൾ വാനരേശ്വരനോട് തുടർന്നു. സുഗ്രീവ, ദുഷ്ടനാകട്ടെ ഗുണവാനാകട്ടെ, ഈ നിശാചരനെ എന്നെ ഉപദ്രവിക്കുവാൻ ലേശമെങ്കിലും സാധിക്കുകയില്ല. നക്തഞ്ചരന്മാർ ഒരാൾക്കും എന്നെ തരിമ്പും ദ്രോഹിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, പിശാചുക്കൾ, യക്ഷന്മാർ, അസുരന്മാർ, ഭൂമിയിലുള്ള രാക്ഷസവർഗം മുഴുവൻ ഒത്തൊരുമിച്ച് വരികയാണെങ്കിൽ കൂടി എൻ്റെ ഒരു വിരൽത്തുമ്പ് മതി സംഹരിക്കുവാൻ. കബീന്ദ്ര, പണ്ട് ഒരു പിറാവ് തന്നെ ശരണം പ്രാപിച്ചൊരു ശത്രുവിനെ കൂടി പൂജിച്ചതായി കേട്ടിട്ടുണ്ട്. സുഗ്രീവ, സ്വപത്നിയെ അപഹരിച്ചവനാണെന്ന് തികച്ചും മനസ്സിലായിട്ടും തൻ്റെ സമീപത്തിൽ എത്തിയവനെ ഒരു കബോധം ഉപചരിച്ചു. സ്വമാംസത്തെ അവന് സസന്തോഷം മൃഷ്ടാന്നമായി കൊടുത്തു. ഭാര്യാപഹാരിയായ ശത്രുവിനെ ഒരു പ്രാവ് കൂടി അഭയമേകുമ്പോൾ എന്നെപ്പോലെയുള്ളവർക്ക് ആലോചിക്കുവാൻ എന്തെങ്കിലുമുണ്ടോ? കണ്വ മുനീന്ദ്രൻ്റെ പുത്രൻ കണ്ടു എന്നാണ് ആ യതീന്ദ്രൻ്റെ പേര്. ധാർമ്മിക കൃത്യത്തെപ്പറ്റി പറഞ്ഞത് കേൾക്കൂ. അഴലാർന്ന് അടുത്തു വന്ന് അഭയം അപേക്ഷിക്കുന്ന അരിയെപ്പോലും നിർദ്ധയനായി നിഗ്രഹിക്കരുത്. ദുഃഖിതൻ, തൃപ്തൻ, അന്യനെ അഭയം പ്രാപിച്ചവൻ ഇങ്ങനെയുള്ള ശത്രുവിനെ കൂടി പ്രാണനുപേക്ഷിച്ചും വിഘ്നനായവൻ രക്ഷ കൊടുക്കും. ഭയത്താലോ മൗഢ്യത്താലോ കാമത്താലോ സ്വശക്തിക്കനുസരിച്ച് രക്ഷിക്കാതിരുന്നാൽ അത് നിന്ദ്യവും പാപവുമാണ്. ശരണാഗതൻ നശിക്കുകയാണെങ്കിൽ രക്ഷയേകാത്തവൻ്റെ സകല പുണ്യങ്ങളും സിദ്ധിച്ച് സ്വർഗലോകം പോകും. അഭയം അപേക്ഷിച്ച് വന്നവനെ തിരസ്കരിച്ചാൽ ഉണ്ടാകുന്ന ദോഷം അതിമഹത്താണ്. അതുകൊണ്ട് യഥാർത്ഥവും ഉത്കൃഷ്ടവുമായ കാര്യം സത്യവാദിയായ കണ്ടുവിൻ്റെ വചനം അനുസരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ധാർമ്മികവും യശസ്കരവുമായ ഏതൊന്നും അവസാനത്തിൽ സ്വർഗപ്രാപ്തിക്ക് കാരണമായി തീരും. സുഗ്രീവ, എൻ്റെ അടുത്ത് വന്ന് ഞാൻ അങ്ങയുടെയാണ്, എന്നെ രക്ഷിക്കണം എന്ന് അപേക്ഷിക്കുന്നവന് ഏവരിൽ നിന്ന് ഞാൻ അഭയമേകും. ഇത് എൻ്റെ വ്രതമാണ്. ഹേ കപീശ്വര, അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഞാൻ ശരണമേകി കഴിഞ്ഞു. വിഭീഷണനല്ല രാവണനാണ് വന്നിട്ടുള്ളതെങ്കിൽ തന്നെ ഈ നിശ്ചയത്തിന് മാറ്റമില്ല. ശ്രീരാമചന്ദ്രൻ്റെ ആജ്ഞ കേട്ട പ്ലവകേശ്വരൻ ഏറ്റവും സൗഹാർദ്ദത്തോടും സന്തോഷത്തോടും പറഞ്ഞു, മഹാപ്രഭോ, ധർമ്മജ്ഞനായ ലോകനാഥ, സുഖദായക, അവിടുത്തെ തീരുമാനത്തിൽ യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. ആത്മതത്വം എന്താണെന്ന് അറിഞ്ഞവനും സത്മാർഗദർശിയുമായ അവിടുന്ന് സത്തായ കാര്യം അരുളി ചെയ്തു. ദേവ, വിഭീഷണൻ ഉത്തമനായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നിസ്സാരമായ സംശയം, ഊഹവും ഭാവവും കൊണ്ട് തീരെ നശിച്ചു കഴിഞ്ഞു. അതിവേഗത്തിൽ അദ്ദേഹം നമ്മോട് തുല്യനാകട്ടെ. അപാരവിഘ്നനായ വിഭീഷണൻ നമ്മോടുകൂടി സഖ്യമേൽക്കട്ടെ. സുഗ്രീവന്റെ മനോഗതി ശരിക്ക് വിശദമാക്കിയ വാക്കുകൾ നരേന്ദ്രനെ സന്തുഷ്ടനാക്കി. ശ്രീരാമദേവനും വിഭീഷണനും ദേവേന്ദ്രനും ഗരുഡനുമെന്ന പോലെ യോജിച്ചു. കാകുത്സ്ഥനാൽ അഭയമേകപ്പെട്ട വിഭീഷണൻ അത്യാനന്ദത്തോടെ ഭൂമിയെ നോക്കി. ഭക്തന്മാരായ അമാത്യന്മാരും ഒന്നിച്ച് അസുരവരൻ ആകാശത്തിൽ നിന്ന് ശ്രീരാമസന്നിധിയിലെത്തി. ആ ധർമ്മിഷ്ഠൻ ദേവന്റെ തൃക്കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. 4 രാക്ഷസ ശ്രേഷ്ഠന്മാരും ഒന്നിച്ച് ശരണപ്രാർത്ഥന ചെയ്ത വിഭീഷണൻ ധർമ്മനിഷ്ഠവും സമുചിതവും ആനന്ദദായകവുമായ വാക്കുകൾ തുടർന്നു. മഹാപ്രഭോ, രാവണന്റെ കനിഷ്ഠ സഹോദരനാണ് ഞാൻ. അഗ്രജനാൽ അപമാനിതനായ ഞാൻ അവിടുത്തെ അഭയം പ്രാപിക്കുന്നു. സകല ജീവികൾക്കും ശരണ്യനായ നിന്തിരുവടിയെ ലങ്കാരാജ്യത്തെയും ബന്ധുമിത്രാദികളെയും വെടിഞ്ഞ് അഭയം തേടുന്നു. എൻ്റെ നാടും ജീവിതവും സുഖവും എല്ലാം നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളിലാണ് ഇനി മുതൽ. ഇത് കേട്ട ശ്രീരാമദേവൻ കാരുണ്യം നിറഞ്ഞ തൃക്കണ്ണുകളാൽ നുകരുന്നതുപോലെ സ്വാന്തനിപ്പിച്ച്, വിഭീഷണ, നക്തഞ്ചരേശ്വരൻ്റെ ബലാബലങ്ങൾ സത്യമായിട്ടുള്ളത് പറയൂ. അനായാസ കർമാവായ രഘുപതിയുടെ ചോദ്യം കേട്ട വിഭീഷണൻ,
അഗ്രജന്റെ എല്ലാ ബലവും വിവരിക്കുവാൻ ഒരുങ്ങി. പ്രഭോ, ഗന്ധർവന്മാർ, രക്ഷസുകൾ, നാഗങ്ങൾ തുടങ്ങി ഒരു ശക്തിക്കും രാവണനെ വധിക്കുവാൻ അസാധ്യമാണ്. വിധാതാവിൽ നിന്ന് അത്തരത്തിലുള്ള വരം വാങ്ങിയിരിക്കുന്നു. രാവണന്റെ അനുജനും എൻ്റെ ജ്യേഷ്ഠനുമായ കുംഭകർണനുണ്ട്. അതിവീര്യശാലിയും ഉഗ്ര തേജസ്വിയുമായ അദ്ദേഹം യുദ്ധത്തിൽ ഇന്ദ്രതുല്യനാണ്. ദശാസ്യന്റെ സേനാനായകൻ പ്രഹസ്തൻ കൈലാസവാസിയായ മണിഭദ്രനെ വിജയിച്ചിരിക്കുന്നു. ഉടുമ്പിൻ തോൽ കൈയുറയും പൊട്ടാത്ത പോർച്ചട്ടയും ധരിച്ച് കുലച്ച വില്ലും നിശിത ബാണവുമേന്തി നോക്കി നിൽക്കവേ തന്നെ യുദ്ധകളത്തിൽ നിന്ന് പെട്ടെന്ന് മറയുന്നവനാണ് ഇന്ദ്രജിത്ത്. സമര വ്യൂഹമധ്യത്തിൽ വെച്ചു തന്നെ അഗ്നിദേവനെ പ്രസാദിപ്പിച്ച് അനുഗ്രഹം വാങ്ങി മറഞ്ഞു നിന്ന് ശരവർഷം കൊണ്ട് ശത്രുനിഗ്രഹം ചെയ്യുന്ന അതുല്യ ബലശാലിയാണ് ഇന്ദ്രജിത്ത്. ദിക്പാലക തുല്യരായ പടനായകന്മാരാകുന്ന മഹോദരൻ, മഹാപാർശ്വൻ, അകമ്പനൻ എന്നീ അരക്കന്മാർ ലങ്കാനഗരിയിൽ തന്നെ 10,000 കോടി രാക്ഷസന്മാരുണ്ട്. രക്തപാനികളും മാംസഭക്ഷകരുമായ അവർ കാമരൂപികളുമാണ്. ആ സൈന്യങ്ങളോടൊത്ത് അടരാടിയിട്ടാണ് ലോകപാലകന്മാരെയും അമരന്മാരെയും മഹാത്മാവായ ദശഗ്രീവൻ വിജയിച്ചത്. സുദൃഢ പരാക്രമിയായ ശ്രീരാമദേവൻ വിഭീഷണ വാക്കുകൾ കേട്ട് എല്ലാം മനസ്സുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചു. മന്ദഹാസത്തോടെ അരുളി ചെയ്തു: ഹേ വിഭീഷണ, രാവണന്റെ പരാക്രമങ്ങൾ എല്ലാം അങ്ങ് ശരിക്കു പറഞ്ഞു. ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുള്ളവയാണ്. പ്രഹസ്തൻ തുടങ്ങിയ ബന്ധുക്കളോടുകൂടി ദശകന്ധരനെ വധിച്ച് അങ്ങയെ ഞാൻ ലങ്കയിലെ രാജാവാക്കി വാഴിക്കും. എൻ്റെ ഈ വാക്ക് സത്യമാണ്. ഭൂമിയുടെ ഉള്ളിലോ പാതാളത്തിലോ ബ്രഹ്മദേവന്റെ സമീപത്തിലോ പോയി ഒളിച്ചാലും രാവണൻ എന്നിൽ നിന്ന് രക്ഷ നേടുകയില്ല. അടരിൽ അസുരവരനെ ബന്ധുപുത്ര മിത്രാദികളോടുകൂടി അന്തകാലയത്തിലേക്ക് അയച്ചാലല്ലാതെ ഞാൻ അയോധ്യയിലേക്ക് പോവുകയില്ല. എൻ്റെ അനുജന്മാർ 3 പേർ സാക്ഷിയാണ് രാമൻ്റെ വാക്കിന്. അക്ലിഷ്ടകർമാവായ ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ വിഭീഷണനെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചു. ആ ധർമാത്മാവ് താണു തൊഴുത് സസന്തോഷം ഉണർത്തി: രാജരാജനായ മഹാപ്രഭോ, രാക്ഷസ വധത്തിലും ലങ്കാരാജ്യ വിജയത്തിലും യഥാശക്തി ഞാൻ സഹായിക്കാം. അവിടുത്തെ സൈന്യത്തിലെ ഒരംഗവുമാകാം. രഘുവരൻ വിഭീഷണനെ ഗാഠഗാഠം പുണർന്നു. കാരുണ്യവാരിധിയായ ദേവൻ സൗമിത്രിയെ നോക്കി: ലക്ഷ്മണ, സാഗരജലം കൊണ്ടുവരൂ. രാക്ഷസ രാജ്യാഭിഷേകം ഉടനെ ചെയ്യൂ. എൻ്റെ പ്രീതിയുടെ അടയാളമായി വിഭീഷണൻ ഇപ്പോൾ മുതൽ ലങ്കേശ്വരൻ എന്ന പേരിലായി കഴിഞ്ഞു. കപീന്ദ്രന്മാരുടെ മധ്യത്തിൽ വെച്ച് രാജരാജ കൽപ്പനയനുസരിച്ച് ദശാസ്യവരജനെ രാക്ഷസ ചക്രവർത്തിയായും ലങ്കാധിപനായും അഭിഷേകം കഴിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ പ്രീതി ഇത്രയും പെട്ടെന്ന് വ്യക്തമാക്കിയത് കണ്ട വാനരന്മാർ കൂക്കിയാർത്തു. മഹാത്മാവായ ദേവനെ വീണ്ടും വീണ്ടും വാഴ്ത്തി. കപീന്ദ്രന്മാരായ സുഗ്രീവനും ഹനുമാനും വിഭീഷണനെ ഹൃദയം തുറന്ന് അനുമോദിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ കാരുണ്യം ഇത്ര വേഗത്തിൽ അനുഭവിക്കുവാൻ സാധിച്ച ആ പുണ്യ ആത്മാവിനെ വന്ദിച്ചുകൊണ്ട് സാദരം: ലങ്കേശ്വര, അക്ഷോഭ്യമായ സാഗരത്തെ തേജസ്വികളായ വാനരന്മാരോടുകൂടി എങ്ങനെയാണ് നാം കടക്കുക? അണിനിരത്തിയ സൈന്യങ്ങളോടുമൊന്നിച്ച് വരുണാലയ തരണം ചെയ്യുവാൻ എന്താണൊരു ഉപായം? ധർമാത്മാവായ വിഭീഷണൻ വാനര നായകന്മാരുടെ ചോദ്യം കേട്ടു. നരവരനായ രാഘവൻ ആഴിയെ ശരണം പ്രാപിക്കണം. അമേയമായ മഹാർണവത്തെ കുഴിപ്പിച്ചത് ദേവന്റെ വംശജാതനായ സഗര മഹാരാജാവാണ്. ബന്ധുവായ ശ്രീരാമസ്വാമിയുടെ കാര്യം സാധിപ്പിക്കുവാൻ ബുദ്ധിമാനായ സാഗരം തയ്യാറാവും. മഹാവിദ്വാനായ രാക്ഷസേശ്വരൻ്റെ അഭിപ്രായം കേട്ട സുഗ്രീവൻ ശ്രീരാമലക്ഷ്മണന്മാരുടെ സന്നിധിയിലെത്തി വിഭീഷണ സുഭാഷിതത്തെ ധരിപ്പിക്കുകയും ചെയ്തു. വിപുലഗ്രീവനായ സുഗ്രീവൻ സമുദ്രോപാസനമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് സ്വതവേ തന്നെ ധർമ്മശീലനായ കാകുത്സനെ അത്യധികം സന്തോഷിപ്പിച്ചു. ആ കർമ്മകോവിദൻ മന്ദഹാസ സമന്വിതം സുഹൃത്വാക്യത്തെ കൊണ്ടാടി പറഞ്ഞു: ലക്ഷ്മണ, വിഭീഷണന്റെ ആലോചന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. സുഗ്രീവൻ അതിവിജ്ഞനാണ്, നീയും മന്ത്രവിശാരദനാണ്. നിങ്ങൾ ആലോചിച്ച് ഞാൻ ചെയ്യേണ്ടതെന്തെന്ന് തീർപ്പ് ചെയ്ത് പറയുവിൻ. വീരന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാർ ഉപചാരത്തോടെ ഇപ്രകാരം തമ്പുരാനോട് ഉണർത്തി: പ്രഭോ, പുരുഷസിംഹനായ അവിടുത്തെ ആശയം ഞങ്ങൾക്ക് ഇഷ്ടമല്ലാതെ വരുമോ? ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടതെന്തോ അതാണ് വിഭീഷണൻ പറഞ്ഞത്. ഈ ഘോരവാരുതിയെ ചിറകെട്ടാതെ ലങ്കയിൽ ചെന്നെത്തുവാൻ ഇന്ദ്രനോട് കൂടിയ ദേവന്മാർക്കും സാധ്യമല്ല. അതിശൂരനായ ലങ്കേശ്വരൻ പറഞ്ഞതുപോലെ ചെയ്യാം. കാലം കളയാതെ സാഗരത്തോട്
അഭ്യർത്ഥിക്കാം. കപി സൈന്യങ്ങളോടൊത്ത് നമുക്ക് ലങ്കയിലെത്തുവാനുള്ള മാർഗം നിർദ്ദേശിക്കുവാൻ. മഹാപ്രഭുവായ ശ്രീരാമചന്ദ്രൻ സഹോദരൻ്റെയും സുഹൃത്തിൻ്റെയും വാക്യം കേട്ട് അബ്ദിയുടെ തീരത്ത് ദർഭപ്പുല്ല് വിരിച്ച് വേദിയിലെ അഗ്നി പോലെ അതിൽ കിടന്ന് അരുളി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.